കോൺഗ്രസിന് പൂർണ്ണമായും പാളി. കോൺഗ്രസിൻ്റെ ആ പാളിച്ച ആർക്കാണ് ഗുണകരമായത്? ഒരു പൈസ ചെലവില്ലാതെ ആർക്കാണ് ഗുണകരമായത്? ഇന്നിപ്പോൾ നമ്മൾ കണ്ടല്ലോ, നമ്മൾ കാണിച്ചു കൊടുത്തല്ലോ പ്രേക്ഷകർക്ക്. നിരന്ന് നിന്നാണ് CPM-ന്റെ നേതാക്കളും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ പറയുന്നത് ഇപ്പോൾ എന്താ ഈ കേസ് എന്നുള്ളത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ? രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ, അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിങ്ങൾക്ക് വിഷയം ഉന്നയിക്കാൻ കഴിയില്ല. കാരണം തെളിവില്ലാത്തൊരു കാര്യമാണ് കോടതി ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും ഇത് കേവലം അലിഗേഷൻസും സസ്പീഷനുമാണ്. ദർ ഇസ് നോ മെറ്റീരിയൽ എവിഡൻസ് എന്നൊരു കേരളത്തിലെ ഹൈക്കോടതി, പരമോന്നത കോടതി കേരളത്തിലെ ഹൈക്കോടതിയാണല്ലോ, ആ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് പ്രചരണം നടത്താൻ കഴിയുമെന്നേ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നാവടക്കുന്ന ഒരു നീക്കമാണ്, അല്ലെങ്കിൽ നാവടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് പരിപൂർണമായും അഡ്വാൻറ്റേജ് നൽകിയിരിക്കുന്നത് CPM-നാണ്. അത് പരിപൂർണമായും അഡ്വാൻറ്റേജ് നൽകിയിരിക്കുന്നത് വീണയ്ക്കും പിണറായി വിജയനുമാണ്. പിന്നെ ആകെപ്പാട് ആശ്വസിക്കാനുള്ള ഒരു കാര്യം എന്താ പറയുക, ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസായിട്ട് ഇതിനെ കാണണ്ട. അത് വിജിലൻസ് കോടതി അങ്ങനെ പരാമർശിച്ചതിനെ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല തെളിവുകളുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് സമീപിക്കാം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ വരി ആവർത്തിക്കുന്നു. മാത്യു കുഴൽനാടൻ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പൈസ മുടക്കി കേരള ഹൈക്കോടതിയിൽ വന്ന് 2 ക്ലീൻ ചിറ്റ് വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ തൈക്കണ്ടിക്കും കൊടുത്തു എന്നതാണ് ഇന്നത്തെ സംഭവം, ഇന്ന് നടന്നിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ്.